ഇതെന്താമ്മേ രണ്ടാൾക്ക്? ഓ, ഇവിടെ ഓരോരുത്തർക്ക് ഓരോ നേരാ. മോളും മുത്തശ്ശിയും കഴിക്കേ. നോ നോ, ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവര് ഒന്നിച്ചിരുന്ന് ഉണ്ണണം. എന്റെ അച്ഛൻ പഠിപ്പിച്ച പാടാ. ആ, അച്ഛൻ എത്തിയല്ലോ, ഇരിക്കച്ചാ. ഇല്ല മോളെ, ഞാൻ പിന്നെയാ പതിവ്. അത് പറഞ്ഞ പറ്റില്ലാലോ. ഇരിക്ക്. വേണ്ട മോളെ. ഇരിക്കുന്നേ. തങ്കമണി, ഇതാ വരുന്നു. അച്ഛൻ എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. വെയിറ്റ് ആൻഡ് സീ. ആ, അച്ഛൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മീര സ്പെഷ്യൽ. നന്ദുമോനും അച്ഛനും എടുത്തു വെച്ചോ ലക്ഷ്മിയെ? പറഞ്ഞ പോലെ ഈ നന്ദുമോനെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. എപ്പോഴാ അദ്ദേഹത്തിന്റെ ലാൻഡിങ്? ഈശ്വരന് പോലും നിശ്ചയമില്ല. മനുഷ്യന്മാരുടെ ടൈം ടേബിൾ അല്ല അദ്ദേഹത്തിന്. കുട്ടിക്ക് ബാനുവിന്റെ കൈപ്പുണ്യം അപ്പാടെ കിട്ടിയിട്ടുണ്ട്. നന്നായിരിക്കണം. ആ ഉഗ്രൻ, അത്യുഗ്രൻ, അസലായിരിക്കുന്നു. ഇപ്പോഴോ? അത് എന്നെ ഇങ്ങോട്ട് ദത്തെടുക്കണ്ടോ? മോളിരിക്കും. ഒരു മിനിറ്റ്. ഹായ് ഗൗതം. യാ, ഞാൻ ഉച്ചയ്ക്ക് മുമ്പെത്തി. പിന്നില്ലേ? ഓ, വെരി നൈസ് പ്ലേസ്. ആ, അച്ഛൻ വിളിച്ചിരുന്നു. അത് പിന്നെ ചോദിക്കണോ? ഐ എം വെരി ഹാപ്പി ഹിയർ. നാളെ വിളിക്കോ? ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ദേവികമ്മയെ, സുഖം തന്നെയല്ലേ? അതെ. ഇതേതായി പുതിയ കക്ഷി, മനസ്സിലായില്ല. എന്റെ മോളാ. ഓ, അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. മേലേക്കാവിലെ സർവാണിയല്ലേ താൻ? ഒന്ന് ആലോചിച്ചങ്ങ് പറയാ കേക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ ഭാനുവിന്റെ മുഖച്ഛായ. പക്ഷേ അതേടോ, ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. ഊഹ ശരി തന്നെയാ. രാഘവൻ നമ്പ്യാരുടെ മോളാ മീര. കൽക്കത്തന്ന് വന്നതാ. ആ മോളെ, ഇത് കരയോഗം തൊട്ടു പഞ്ചായത്ത് അടക്കം എല്ലാറ്റിന്റെയും പ്രസിഡന്റാ DK മേനോൻ. നമസ്കാരം പ്രസിഡന്റ്. നമസ്കാരം. അച്ഛൻ വന്നില്ലേ മോളെ? ഇല്ല അങ്കിൾ, ടൂറിലാ. ഒരു മാസത്തെ ഗൾഫ് ടൂർ. കോഴ്സ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ നാട് കാണാൻ വിട്ടത് അച്ഛൻ. ഷോർട്ട് വിസിറ്റ്. എന്തിനാ ഷോർട്ടാക്കണേ? വേരോടിയ സ്വന്തം മണ്ണല്ലേ. ഇനി ഇവിടെ തന്നെ കൂടുക. എന്താ എന്താ ദേവികമ്മേ? ചായ. അത് അവിടെ എങ്ങാനും വെച്ച് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടില്ലേ? ഇങ്ങനെ ദിവസവും വേണോ ഈ വഴിപാട്? വല്ല ഇരുമ്പ് വിലക്ക് ഇത് ആർക്കെങ്കിലും വിറ്റൂടെ? ഇക്കാലത്ത് ഇമാതിരി പഴഞ്ച വണ്ടി പോകാൻ തന്നെ നാണാ. കൊല്ലം എത്രയായി ഇതിനെ ചുമക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ നിന്നെ ചുമക്കാൻ തുടങ്ങിട്ടോ? ലക്ഷ്മി, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ മീരമോള് പറഞ്ഞത്. പ്രായവും പഴക്കവും ഒക്കെ എല്ലാത്തിനും ഉള്ളതാടി. ഒരു കാലത്ത് ഈ വീടിന്റെ മുറ്റത്ത് ഇതൊരു അലങ്കാരമായിരുന്നു. കണ്ടില്ലേ ഇവന്റെ ഒരു പ്രൗഢി? രാജകലയാ. എനിക്ക് കേക്കണ്ട രാജകലയുടെ മഹത്വമൊന്നും. നാട്ടുകാര് പറയണതേ ആംബുലൻസ് എന്നാ. അതെ, വിവരദോഷികൾ അങ്ങനെ പലതും പറയും. ഗുഡ് മോർണിംഗ്. എന്താ രാവിലെ ദമ്പതിമാരൊരു കുടുംബയോഗം? ഒന്നും പറയണ്ട എന്റെ മോളെ. ഈ പറക്കൻ തളികയുടെ മാഹാത്മ്യം വിളമ്പുമായിരുന്നു ഇവിടെ ഒരാള്. അതേടി, പറക്കൻ തളിക തന്നെയാ. നന്ദുവും ചങ്ങാതിമാരും ഇട്ടിരിക്കുന്ന പേരെ മുല്ലശ്ശേരി ആംബുലൻസ് എന്നാ. എന്നാലും ഇത് ഉപേക്ഷിക്കില്ല. പിശുക്കനല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? സാരില്ലച്ചാ, സത്യം പറയാലോ, ഇതിന് ചേരുന്നത് ആംബുലൻസ് തന്നെയാ. അല്ലമ്മേ, ഞാൻ കേട്ടിടത്തോളം നമ്മുടെ വീട്ടിൽ ഒരാൾ കൂടി ഉണ്ടല്ലോ, ഈ മുല്ലശ്ശേരി തറവാട്ടിൽ അടുത്ത കിരീടാവകാശി. കഥാനായകൻ എവിടെ? സ്ഥലത്തില്ലേ? ആ തമ്പുരാനെ പറ്റി ഒന്നും പറയണ്ട മോളെ. രാവിലെ നേരത്തെ എഴുന്നേക്കും 12 മണിക്ക്. പിന്നെ ഒരു പോക്കാ. രാത്രിയിൽ എപ്പോഴോ വന്ന് കിടന്നുറങ്ങും. എന്റെ മകൻ വളരെ ബിസിയാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകാരമില്ലാത്തവൻ. സംഗീത ലോകത്താ ജീവിതം. അവൻ എണീറ്റിട്ടുണ്ടാവില്ല. ആഹാ, അത്രയ്ക്ക് സ്മാർട്ടാ? എങ്കി ഒന്ന് കണ്ടിട്ട് എന്റെ കാര്യം. കുറുമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ നല്ല രസാന്ന് അച്ഛൻ പറയാറ്. ഞാനൊരു കൈ നോക്കട്ടെ. നാശം, നേരം വെളുത്തില്ല, അതിനു മുമ്പേ തുടങ്ങി. ഓ, മനുഷ്യനെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ.
ഇവൻ എന്നെ പിടിച്ച് തള്ളിയിട്ട് എന്റെ അയ്യോ, കൈ അയ്യോ, ഒടിച്ചു. നോക്കട്ടെ. കുരുത്തം കേട്ടാലേ എന്താ നീ കാണിച്ചേ? അമ്മ ഞാൻ ആ കഥ മിണ്ടരുത്. ഇതാരെന്ന് വിചാരിച്ച നീ? ഞാൻ പറഞ്ഞമ്മേ, നമ്പ്യാരുടെ മോള മീരാന്നാ പേര്, കൽക്കത്തന്ന് ഇന്നലെ എത്തി, നിന്നെ പരിചയപ്പെടാൻ വന്നതാന്നൊക്കെ. അപ്പൊ പറയാ നമ്പ്യാരായാലും കപ്പിയാരായാലും എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് ഞാൻ പതുക്കോന്ന് ഒറ്റ വീഴ്ച, പിന്നെ വീണ്ടും തള്ളിയിട്ടു, ആകെ 2 വട്ടം തള്ളിയിട്ടു. എന്റെ കൈ നല്ല വേദനയുണ്ട്. സാരില്ല, അമ്മ തൈലം പുരട്ടി തടയി തരാട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നീ താഴോട്ട് ഇറങ്ങി വാ. അയ്യോ അതിന് ഞാനൊന്നും ഇവള് നുണ പറയായി. ഓ മനസ്സിലായി കുരുത്തം കേട്ടവൻ. മോള് വാ. വലിയ കഷ്ടായി പോയി. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, തള്ളിയിടാനും പറ്റും. സാരില്ലമ്മ, ഇപ്പൊ കുറവുണ്ട്. അതാ ഈ കൊട്ടൻ ചുക്കാതിയുടെ ഒരു ഗുണം. ഇനി ഒരാവി കൂടി അങ്ങോട്ട് പിടിച്ച വേദനയൊക്കെ പമ്പ കിടക്കും മോളെ. എന്നാൽ ഇത്ര കുറുമ്പ് പാടില്ല. എന്റെ മുത്തശ്ശി അവൻ ചോദിക്കാ, രാഘവൻ നമ്പ്യാരുടെ മോൾക്ക് ഇവിടെ എന്താ കാര്യം, വല്ല ഹോട്ടലിലും പോയി താമസിച്ചൂടെന്നൊക്കെ. ആഹാ, അവൻ അങ്ങനെ ചോദിച്ചോ? അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട മുത്തശ്ശി, ചെറിയ പയ്യനല്ലേ, അറിയാഞ്ഞിട്ടാവും. അത്ര ചെറുതൊന്നും അല്ല. മോളെ ഭാന് പ്രസവിക്കുമ്പോ അവന് വയസ്സ് 3 കഴിഞ്ഞു. ഇപ്പോഴും പക്വത വന്നിട്ടില്ലാന്ന് വെച്ചാ ദേ കൂട്ടുകാരൻ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഏത് കൂട്ടുകാരൻ? ആ മീശമുളയ്ക്കത്തെ ചെക്കനില്ലേ, ബോബൻ. ആ അല്ല, ഓ ഇവനൊക്കെ വരാൻ കണ്ട നേരം. എന്താടാ അച്ഛൻ കാണണ്ട? നീ ഇവിടെ എന്തെടുക്കുവാ? സമയം എത്രയെന്നാ? ഇന്നത്തെ പ്രോഗ്രാം മറന്നോ നീ? എന്ത് പ്രോഗ്രാം? ഓ ഡാ ഗൈഡൻസ് ട്യൂട്ടോറിൽ നിന്ന് പുതിയ ബാച്ച് തുടങ്ങി. എന്റെ മാതാവേ, ഒക്കെ ഒന്നിനൊന്ന് ഇടിവെട്ട. അലുവ, ജിലേബി, രസഗുള. നീ ചെല്ല്, എനിക്കൊരു അർജന്റ് ഫോൺ കോൾ വരാനുണ്ട്, ഞാൻ എത്തിക്കോളാം. ഞാൻ മണ്ട, വെറും ഒരു ഫോൺ കോളിന് വേണ്ടി ഇത്രയും വലിയൊരു ബമ്പർ കോൾ മിസ് ചെയ്യണോ? പറഞ്ഞില്ലേ ഇതൊരു അത്യാവശ്യ കോളാ. ഉടനെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ബൈക്കിൽ പോവാം. അത് വേണ്ട, നീ പൊക്കോ, ഞാൻ നടന്നു വന്നോളാം. ആ ഓക്കെ, ബൈ. ബൈ. അൺലക്കി ഫെല്ലോ. ഇപ്പോഴും നല്ല വേദനയുണ്ടല്ലേ? മോള് നുണ പറഞ്ഞതാ. ഇല്ലമ്മേ, വേദന തീരെയില്ല. പിന്നെ എന്തിനാ മോള് കരയണേ? അമ്മയുടെയും മുത്തശ്ശിയുടെയും സ്നേഹം കാണുമ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയെ ഞാൻ ഓർത്തുപോയി. എന്താ മോളെ ഇത്? നീ എന്റെ മോളാ, എന്റെ സ്വന്തം മോള്. ഇപ്പോഴാ ഒന്ന് ആശ്വാസമായേ. അമ്മയ്ക്കറിയോ, എനിക്കിവിടെ ഒരു അമ്മയെ കിട്ടി, നല്ലൊരു മുത്തശ്ശിയെ കിട്ടി, ഒരച്ഛനെയും. എല്ലാവരും അമ്മയെ പറ്റി പറയുമ്പോൾ കാണാൻ കൊതിയാവുക. പോട്ടെ.